പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ്. മോഹൻലാൽ തന്നെ നായകനാവുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ബറോസിന്. എന്നാൽ ചിത്രത്തിനെതിരെ ഇപ്പോൾ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് എത്തിയിരിക്കുകയാണ് എഴുത്തുകാരനായ ജോർജ് തുണ്ടിപ്പറമ്പിൽ. ജിജോ പുനൂസ് എഴുതിയ നോവലിന് തിരക്കഥയാക്കിയതാണ് ബറോസ് എന്നായിരുന്നു പ്രഖ്യാപിച്ചപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഡി ഗാമാസ് ട്രഷറർ നോവലാണ് സിനിമയാകുന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് ബറോസ് തന്റെ തിരക്കഥയല്ലെന്ന് വ്യക്തമാക്കി ജിജോ പുനൂസ് എത്തിയിരുന്നു. ടി.കെ. രാജീവ് കുമാർ തന്റെ തിരക്കഥ മാറ്റി എഴുതിയതാണ് എന്ന് സംവിധായകനായ ജിജോ പുനൂസ് വ്യക്തമാക്കിയിരുന്നു. മായ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച തന്റെ നോവലാണ് മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമ ആകുന്നതെന്ന് ജോർജ് തുണ്ടിപ്പറമ്പിൽ വാദിക്കുന്നത്. മായയുടെ കോപ്പി രാജീവ് കുമാറിന് തന്റെ സുഹൃത്ത് നൽകിയിരുന്നു. ജിജോ പുനൂസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുമെന്നും രാജീവ് കുമാർ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എന്നും ജോർജ് അവകാശപ്പെടുന്നു. മായ എന്ന 18-കാരിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് തന്റെ നോവലെന്നും മോഹൻലാലിന്റെ ബറോസ് സിനിമയുടെ പ്രമേയവുമായി സാമ്യമുണ്ടെന്നും ജോർജ് പറയുന്നു. ബറോസ് റിലീസ് ചെയ്യാതിരിക്കാൻ ചിത്രത്തിന്റെ സംവിധായകൻ മോഹൻലാലിനും ജിജോയ്ക്കും രാജീവ് കുമാറിനും ആരോപണമുന്നയിച്ച ജോർജ് ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിധി കാക്കുന്നതായാണ് മായ എന്ന പുസ്തകത്തിന്റെ പ്രമേയം. ഈ പുസ്തകത്തിന്റെ പ്രമേയവുമായി ബറോസ് എന്ന സിനിമയുടെ കഥയ്ക്ക് സാമ്യമുണ്ടെന്ന് ബോധ്യമായെന്നും ജോർജ് തുണ്ടിപ്പറമ്പിൽ പറയുന്നു. സംവിധായകൻ മോഹൻലാൽ ജോർജ് തുണ്ടിപ്പറമ്പിലിന്റെ ആരോപണത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം സെപ്റ്റംബർ 12-ന് റിലീസിന് തയ്യാറാകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാകുന്നത്. ഇത് ചിത്രത്തിന്റെ റിലീസ് വൈകാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഇപ്പോൾ. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മോഹൻലാൽ ചിത്രം ഓണത്തിന് റിലീസാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.